കോഴിക്കോട് നഗരഹൃദയത്തിൽ ലഹരി മാഫിയകളുടെ ഒരു സങ്കേതമുണ്ട്. കസ്റ്റംസ് റോഡിലുള്ള കോർപ്പറേഷന്റെ പഴയ കെട്ടിടം. നേരത്തെ ശുചീകരണ തൊഴിലാളികളായിരുന്നു താമസമെങ്കിൽ ഇന്നിവിടം മയക്കുമരുന്ന് സംഘത്തിന്റെ കയ്യിലാണ്. അധികാരികളാകട്ടെ മുഖം തിരിഞ്ഞുള്ള നടപ്പും. കോഴിക്കോട് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ നേരത്തെ താമസിച്ചിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടമാണിത്. കസ്റ്റംസ് റോഡിലുള്ള ഈ കെട്ടിടം ഇന്ന് ലഹരി മാഫിയയുടെ താവളമായി മാറിക്കഴിഞ്ഞു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യം താൽക്കാലികമായി സൂക്ഷിച്ചു വെക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിലാണ്. അതിനാൽ അകത്തെന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്താരും അറിയില്ല. സാംബവ കോളനി ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലഹരി മാഫിയ ആ കേന്ദ്രം കൈയടക്കിയിരിക്കുകയാണ്. ആ കോളനിയുടെ ശോചനീയാവസ്ഥ കാരണം അവിടെ താമസിക്കുന്ന എല്ലാവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയത് കാരണം ഇന്ന് അവിടെ യാതൊരു തരത്തിലുള്ള താമസവും ഇല്ലാത്തതുകൊണ്ട് ലഹരി മാഫിയ കൈയടക്കിയിരിക്കുകയാണ്. അതിനെതിരെ നിരവധിയായിട്ടുള്ള പരാതികൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലും നർക്കോട്ടിക് സെല്ലിലും എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. സ്ഥലത്തെ സാമൂഹിക പ്രവർത്തകരും പ്രദേശവാസികളും പലതവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അധികൃതർ ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് BJPയും അറിയിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്.